മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം. പടയപ്പയുടെ ആക്രമണത്തിൽ കാർ തകർന്നു. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ നയമക്കാടിന് സമീപത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. ആന്ധ്രാപ്രദേശിൽ നിന്നും എത്തിയ വിനോദ സഞ്ചാരികളുടെ വാഹനമാണ് ആക്രമിക്കപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട്. സുബിൻ, വീണ്ടും പടയപ്പ ആക്രമണം തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. എങ്ങനെ നോക്കിക്കാണാം? അങ്ങനെ തന്നെയാണ്. ഈ മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് കാട്ടുകൊമ്പൻ പടയപ്പ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സമീപ ദിവസങ്ങളിലെല്ലാം കാണാൻ സാധിച്ചത്. അതിന്റെ തുടർച്ച എന്നോണം തന്നെയാണ് വീണ്ടും ഈ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ നയമക്കാടിന് സമീപത്ത് വെച്ച് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം, പടയപ്പയുടെ ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകളുടെ വാഹനമാണ് ആക്രമിക്കപ്പെട്ടത്. ഇത്തരത്തിൽ ഈ ഒരു വാഹനം കടന്നു വരുമ്പോൾ ഈ ആന പെട്ടെന്ന് റോഡിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ഇവർ ഈ വാഹനത്തിലുണ്ടായിരുന്നവർ ആനയെ കണ്ട് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം ഈ ഒരു ആന ഈ വാഹനത്തിന് മുമ്പിലേക്ക് എത്തുകയും വാഹനത്തിന്റെ മുൻഭാഗത്ത് ചില്ല് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ വാഹനത്തിന്റെ മുകൾ ഭാഗത്തും ഈ ആന കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. വാഹനത്തിന് സാരമായ കേടുപാടുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ കല്ലാർ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഒരു ഓട്ടോറിക്ഷയും ഈ ഒരു ആന തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. ഈ ഒരു ദിവസങ്ങളുടെ ഇടവേള വെച്ചുകൊണ്ട് തന്നെ ഈ പടയപ്പ ജനവാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള ഒരു ഭീതിയിലാണ്. ഈ മൂന്നാർ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭീതിയിലാണ്. പ്രധാനമായും ഈ തോട്ടം മേഖലയിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഭീതിയിലായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് പോലും, പകൽ സമയങ്ങളിൽ പോലും കാട്ടാനയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പടയപ്പ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ കൃത്യമായ ഒരു നിരീക്ഷണം ആനയ്ക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ തൊഴിലാളികൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം എന്നുള്ളത്. ഇത്തരത്തിൽ ആന എത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വേണ്ട നിർദ്ദേശം, അതായത് ഈ തൊഴിലാളികൾക്ക് വേണ്ട നിർദ്ദേശം നൽകുന്നില്ല. ആന വരുമ്പോൾ ആനയ്ക്കൊപ്പം എത്തുന്നുണ്ടെങ്കിൽ പോലും ഈ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകുന്നില്ല എന്നുള്ള ആരോപണമാണ് ഈ തൊഴിലാളികൾ എന്തായാലും മുമ്പോട്ട് വയ്ക്കുന്നത്. നിലവിൽ പടയപ്പ മതപ്പാട് കാലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മതപ്പാട് കാലം കഴിയുന്നതും വരെ ഈ ആന അക്രമാസക്തനാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സാഹചര്യത്തിൽ പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേത് എന്നതുപോലെ തന്നെ ഇവിടെ ഈ മൂന്നാറിലും ശക്തമായൊരു പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ ഉടലെടുക്കാൻ ഒരു സാധ്യത കൂടി നിലനിൽക്കുകയല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രധാനമായും ഈ ആന നിലവിൽ സഞ്ചരിക്കുന്നത് നല്ലതണ്ണി, അതുപോലെ തന്നെ കടലാർ എസ്റ്റേറ്റ് മേഖലകളിലൂടെയാണ് ആന ഇപ്പോൾ സന്ദർശിക്കുന്നത്. ഇതിനു ശേഷമാണ് ഇവിടെ നിന്ന് പിന്നിട്ടാണ് ഈ ഒരു ഉദുമൽപേട്ട റോഡിലെത്തുകയും അവിടുന്ന് വീണ്ടും തിരികെ ഈ പറയുന്ന കല്ലാർ, അതുപോലെ തന്നെ നയമക്കാട്, നല്ലതണ്ണി തുടങ്ങിയ എസ്റ്റേറ്റുകളിലേക്ക് ഈ ആന കടന്നു വരികയും ചെയ്യുന്നത്. ഈ എസ്റ്റേറ്റുകളിലേക്ക് എത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, ആനയ്ക്കൊപ്പം പോരുന്നുണ്ട് എങ്കിൽ പോലും ഈ ആന ഏത് മേഖലയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന അല്ലെങ്കിൽ അവർക്ക് ഈ തോട്ടം തൊഴിലാളികൾക്കോ ഈ ലയത്തിൽ താമസിക്കുന്നവർക്കോ ഈ മേഖലയിൽ താമസിക്കുന്നവർക്കോ വേണ്ട നിർദ്ദേശം നൽകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. ആന മതപ്പാടിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വനം വകുപ്പിന്റെ ഒരു ടീം എപ്പോഴും ആനയെ നിരീക്ഷിക്കുന്നതിനായി ഈ ആനയുടെ പിന്നാലെ തന്നെയുണ്ട്. പക്ഷേ ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ തോട്ടം മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഈ വേണ്ട നിർദ്ദേശം, അതായത് ആന ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മുൻകരുതൽ എടുക്കാനുള്ളൊരു നടപടി പോലും ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ തോട്ടം തൊഴിലാളികൾ പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്നത്. അതേസമയം ഈ പടയപ്പയ്ക്കപ്പുറം മറ്റ് കാട്ടാന കൂട്ടങ്ങളും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിലെ അല്ലെങ്കിൽ ഈ RRT ടീമിലെ വനംവകുപ്പ് വാച്ചർമാരുടെ ഒക്കെ ഒരു അഭാവം നിലവിൽ വലിയ രീതിയിൽ മൂന്നാർ നേരിടുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു പടയപ്പയുടെ പുറകെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുമ്പോൾ മറ്റാനകളെ നിരീക്ഷിക്കുന്നതിന് ഈ ഉദ്യോഗസ്ഥർ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ആനകൾ ജനവാസ മേഖലയിലേക്ക്, ഈ തോട്ടങ്ങളിലേക്ക് എത്തുന്നത് ഈ തൊഴിലാളികൾ അറിയാതെ പോകുന്നു. പലപ്പോഴും അങ്ങനെയും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വ്യക്തമായ ഈ നിലവിൽ ഈ ഒരു ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനക്കൂട്ടത്തെ സംബന്ധിച്ച് വ്യക്തമായ നിരീക്ഷണം വേണമെന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ ഈ എസ്റ്റേറ്റുകളിൽ താമസിക്കുന്ന എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളുള്ള ആളുകൾ സാഹചര്യമാണ് ഉള്ളത്. സുബിൻ തോമസ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.